Hey guys, welcome back to my YouTube channel. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ സാൻഡ്ര ചേച്ചിയുടെ പുതിയ വീടിന്റെ ഹോം ടൂർ ആയിരിക്കും. ആൻഡ് ഈ ഹോം ടൂർ നമ്മുടെ സാൻഡ്ര ചേച്ചി ആയിരിക്കും നമുക്ക് പ്രസന്റ് ചെയ്യാം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇതാണ് ഇതിന്റെ എൻട്രൻസ്. സോ നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു അക്വാറിയം ഉണ്ട്. നമുക്കിനി അകത്തേക്ക് പോവാം. ഇതൊരു ഗസ്റ്റ് ലിവിംഗ് ഏരിയ ആണ്. ഈ വീട് ഡിസൈൻ ചെയ്ത സമയത്ത് നമ്മുടെ ഏറ്റവും വലിയ റിക്വയർമെന്റ് ആയിരുന്നു, അതായത് നമ്മുടെ വീടിന്റെ എല്ലാ സൈഡിലും ഫ്രഷ് എയറും നാച്ചുറൽ ലൈറ്റ്സും വേണമെന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഗ്ലാസസ് കൂടുതൽ വന്നേക്കുന്നത്. പിന്നെ നമ്മുടെ ഇതാണ് ഗസ്റ്റ് ലിവിംഗ് ഏരിയ. ഇവിടെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു 6 പേർക്ക് ഇരിക്കാവുന്നതാണ്. പിന്നെ ഇവിടെ ഇരിക്കുമ്പോൾ നമുക്ക് പുറത്തേക്ക് ഒരു പാറ്റിയോ നമ്മൾ വെച്ചിട്ടുണ്ട്. സോ പുറത്തെ കുറച്ച് ലാൻഡ്സ്കേപ്പും അങ്ങനത്തെ കുറച്ച് വ്യൂവും കിട്ടുന്നതാണ്. ഇനി നമുക്ക് ഗസ്റ്റ് റൂമിലേക്ക് പോവാം. ആക്ച്വലി ഇവിടുന്ന് പുറത്തേക്ക് ഒരു ചെറിയ വ്യൂ ഉണ്ട്. നമുക്കിനി അടുത്ത റൂമിലേക്ക് പോവാം. നല്ലൊരു വ്യൂ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ വീടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാ വിൻഡോസും ഭയങ്കര ഹൈറ്റിലാണ് ചെയ്തേക്കുന്നത്. ആക്ച്വലി ഈ വീട്ടിൽ എൻ്റെ ഒരു ഫേവറേറ്റ് സ്പോട്ട് എന്ന് പറയുന്നത് പ്രെയർ ഏരിയ ആണ്. നമ്മൾ വളരെ മിനിമൽ ആയിട്ട് ചെയ്തേക്കുന്നതാണ്. അതുകൊണ്ട് നമ്മൾ കൂടുതൽ ഈ പ്രെയർ ഏരിയ ഡിസൈൻ ചെയ്യാനായിട്ട് കൂടുതൽ കോൺസെൻട്രേറ്റും ചെയ്തിരുന്നു. ഇതിനകത്ത് നല്ല രീതിയിൽ ഇത് വർക്ക്ഔട്ട് ആവാനായിട്ട്. ഇതിന്റെ ഫ്ലോറ് വന്നിട്ട് ഒറിജിനൽ തേക്കിലാണ് ചെയ്തിരിക്കുന്നത്. ഒറിജിനൽ പ്ലാൻസ് ആണ്. ഇതാണ് നമ്മളുടെ ഓപ്പൺ കിച്ചൺ. നമ്മൾ കുറച്ച് നാച്ചുറൽ പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ ഇങ്ങനത്തെ കൈൻഡ് ഓഫ് വിൻഡോസ് വെച്ചിട്ടുണ്ട്. നമുക്ക് പുറത്തേക്ക് ഉള്ള വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി നമുക്ക് നമ്മുടെ മെയിൻ കിച്ചണിലേക്ക് പോകും. നമ്മുടെ കുക്കിംഗ് എല്ലാം ഇവിടെയാണ് പൊതുവെ ചെയ്യാറ്. നമ്മളൊരു 2 ചെറിയ വിൻഡോസ് കൊടുത്തിട്ടുണ്ട് 2 എൻഡിലുമായിട്ട്. അപ്പൊ നമുക്ക് കുക്ക് ചെയ്യുന്ന സമയത്ത് പുറത്ത് എന്തൊക്കെയാണ് നടക്കുന്നതെന്നുള്ള കാഴ്ചകളും കാണാൻ പറ്റും. ചെറിയ വർക്ക് ഏരിയ ആണ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം നമുക്ക് നമ്മുടെ ഗ്രോസറീസ് ഒക്കെ വെക്കാനായിട്ടൊരു സ്റ്റോറേജ് സ്പേസും ഉണ്ട്. ഇത് നമ്മളൊരു കോമൺ വാഷ് ഏരിയ ആണ്. ഒരു ടോയ്ലറ്റും വരുന്നുണ്ട്. ഇത് നമ്മളുടെ അടുത്തൊരു പാറ്റിയോ ആണ്. സോ പുറത്തേക്കൊരു ചെറിയ വ്യൂ വരുന്നുണ്ട്.
ആൻഡ് ഇതാണ് നമ്മളുടെ ഡൈനിങ് ടേബിൾ. നമുക്കിവിടെ ഒരു 8 പേരുടെ സിറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ആണ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മളുടെ ഒരു ചെറിയ ഫാമിലി ലിവിംഗ് ഏരിയ ആണ്. TV കാര്യങ്ങളുണ്ട്. ആൻഡ് ഇതും വേറൊരു പാറ്റിയോ ആണ്. പുറത്തേക്ക് ഒരു ചെറിയ വ്യൂ ഉണ്ട്. കുറച്ച് കുട്ടി ലാൻഡ്സ്കേപ്പും ചെയ്തിട്ടുണ്ട് അവിടെ. ഇനി നമുക്ക് മാസ്റ്റർ ബെഡ്റൂമിലേക്ക് പോവാം. സോ ഇതിന്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ പപ്പയും അമ്മയും കൂടെയാണ് തീരുമാനിച്ചത്. ഇത് നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു ടെക്സ്റ്റർ വർക്കാണ്. ഇത് കുറച്ച് ഡിഫറെന്റ് ആണ്. അതേപോലെ നമ്മൾ സ്റ്റെയർ കേസിന്റെ സ്റ്റെപ്സ് നമ്മൾ ഒറിജിനൽ തേക്കിലാണ് ചെയ്തിരിക്കുന്നത്. ഡയറക്റ്റ് ഇവിടുന്ന് പുറത്തേക്ക് ഒരു നല്ല ഗ്ലാസ് വ്യൂ ഉണ്ട്. നമുക്കിനി അപ്സ്റ്റേഴ്സിലേക്ക് പോകാം. പിന്നെ നമുക്കിവിടെ ഒരു നല്ലൊരു ബ്യൂട്ടിഫുൾ ഷാൻഡിയർ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഹോം തിയേറ്റർ കാണാം. സോ ഇവിടെ നമ്മളൊരു 5 സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ആണ് ചെയ്തിരിക്കുന്നത്. 4K ഡോൾബി അറ്റ്മോസിന്റെ ആണ് സ്ക്രീൻ വരുന്നത്. ഇതാണ് നമ്മുടെ വേറൊരു ചെറിയൊരു ലിവിംഗ് ഏരിയ ആണ്. ഈ വിൻഡോസ് വന്നിട്ട് കുറച്ച് ഡിഫറെന്റ് ആണ് നോർമൽ വിൻഡോസിനെ അപേക്ഷിച്ച്. പിന്നെ ഒരു സ്വിംഗ് വന്നിട്ടുണ്ട്. സോ ഇതാണ് എന്റെ ബ്രദറിന്റെ റൂം. ആൻഡ് ഇവിടെ വന്നിട്ട് ഒരു ചെറിയ ബാൽക്കണി ഉണ്ട് പുറത്തേക്ക്. ഇനി നമുക്ക് എന്റെ റൂം കാണാം. ഇനി നമുക്കൊരു ചെറിയൊരു ബാൽക്കണി ഉണ്ട്.
ചേച്ചി കമ്മിട്ടിപ്പാടം മൂവിയില് ആക്ട്രസിന്റെ ടീനേജ് റോൾ ചെയ്തിരിക്കുന്നത് സാൻഡ്ര ചേച്ചിയാണ്. നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ സാൻഡ്ര ചേച്ചിയോട് ചോദിക്കാം. എത്രാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് സിനിമയിലേക്ക് വരുന്നത്? ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് കമ്മട്ടിപ്പാടം എന്നുള്ളൊരു മൂവി ഞാൻ ചെയ്യുന്നത്. അത് സ്കൂളിൽ വന്നിട്ട് അവര് കാസ്റ്റിംഗ് ഡയറക്ടേഴ്സ് സെലക്ട് ചെയ്താണ്, ഓഡീഷൻ ത്രൂ ആണ് വന്നത്. സാൻഡ്ര ചേച്ചി ഇപ്പൊ എന്താണ് ചെയ്യുന്നത്? കൂടുതൽ വിശേഷങ്ങൾ എനിക്ക് അറിയാൻ താല്പര്യമുണ്ട്. ഞാൻ അതിനുശേഷം ആഫ്റ്റർ മൂവി ഞാൻ സ്റ്റഡീസ് ആയിട്ട് പോയി. ഞാനിപ്പോ ഓസ്ട്രേലിയയിലാണ് എന്റെ മാസ്റ്റേഴ്സ് ചെയ്യാനായിട്ട്. ഇപ്പൊ കറന്റ്ലി ഞാൻ ഗ്രാജുവേറ്റഡ് ആണ്. ഞാനിപ്പോ തിരിച്ച് ഓസ്ട്രേലിയയിലേക്ക് തന്നെ പോകും. ചേച്ചിയുടെ റൂമിലേക്ക് നല്ലോണം ഇഷ്ടമായി. ഈ റൂമിലേക്ക് ചേച്ചിയുടേതായിട്ടുള്ള വല്ല ഐഡിയാസ് ചേച്ചി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ചോദിച്ചാൽ ശരിക്കും എനിക്ക് ഇതിനകത്ത് ഒരു കംപ്ലീറ്റ് ഡിസൈനിങ്ങിൽ എനിക്ക് അധികം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ബിക്കോസ് ആ ഒരു ടൈമിൽ ഞാൻ ഓസ്ട്രേലിയയിലായിരുന്നു. പക്ഷെ ഞാൻ എന്റെ ഹെഡ് ബോർഡിന്റെ കളറ് ചൂസ് ചെയ്ത് ഞാനായിരുന്നു. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഈ ടേബിള് ഞാൻ ഓസ്ട്രേലിയയിലായിരിക്കുന്ന സമയത്ത് അവിടെ നിന്ന് ഡിസൈൻ ചെയ്ത് വരച്ച് ഡിസൈൻ ചെയ്ത് ഞാൻ അയച്ചു കൊടുത്തതാണ്. സോ അത് അതേപോലെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇതൊക്കെയാണ് എന്റെ കോൺട്രിബ്യൂഷൻസ്.